ഇന്ന് നമുക്ക് നല്ലൊരു ചിക്കൻ കറി റെസിപ്പിയാണ് കേട്ടോ. ഒരുപാട് ഗ്രേവി ഒന്നും ഇല്ലാതെ നല്ല ടേസ്റ്റി ആയിട്ട് വീട്ടിൽ നമുക്ക് എപ്പോഴും വേണമെങ്കിൽ ചെയ്തോ സാധാരണ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ എന്നാൽ നല്ല ടേസ്റ്റിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. ആദ്യം നമുക്ക് ഇതിലേക്കായിട്ട് മീഡിയം സൈസിലെ 2 തക്കാളി നല്ല ചെറുതായിട്ട് മുറിച്ചെടുത്ത് കൈ കൊണ്ട് നന്നായിട്ട് അങ്ങ് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും വലിയ ജീരകം കൂടെ ചേർത്ത് ഒന്നങ്ങ് ചതച്ചെടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് കൂടെ തന്നെ നമ്മൾ ഇതിലേക്ക് മെയിനായിട്ട് കുറച്ച് സവാള ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ ചേർക്കുന്നത്. ഒരു മീഡിയം സൈസിലുള്ള 3 സവാള ഫ്രൈ ചെയ്തെടുത്തതാണ്. ഇനി ഇതിലേക്ക് ചെറിയ പീസായിട്ട് മുറിച്ചിട്ടുള്ള 1 കിലോ അളവിൽ ചിക്കനാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മസാലപ്പൊടികളായിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടിയും സാധാ എരിവുള്ള മുളക് പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് മാത്രം ചിക്കൻ മസാലയും ഗരം മസാലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ആക്കി എടുക്കണേ. പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. ലാസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ, കൂടുതൽ വേണ്ട. കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ ചാറ് കറി പോലെ ആയി പോകട്ടെ. അപ്പോൾ അത് മാത്രം മതിയാവും. പിന്നെ ഈ സമയത്ത് ഇതിലേക്ക് എണ്ണയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്തിട്ടാണല്ലോ ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ എണ്ണ ഇറങ്ങിക്കോളും. ഇനി ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ മാത്രം മതിയാവും കേട്ടോ. വിസിലടിച്ച് കംപ്ലീറ്റ് പ്രഷറൊക്കെ പോയി തുറന്ന് നോക്കുന്ന സമയത്ത് പാകത്തിന് വെന്ത് കറക്റ്റായി കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. ഇനി നമുക്കൊരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കി എടുക്കുക. വെളിച്ചെണ്ണ ആകുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് ഇത് ചെറുതായിട്ട് അങ്ങ് തിളപ്പിച്ചെടുക്കണേ. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്തിരി മാത്രം ഗരം മസാലപ്പൊടി കേട്ടോ. ഈ സമയത്ത് ഗരം മസാലപ്പൊടി ഇടുമ്പോൾ കുറച്ചുകൂടി ഒരു ഫ്ലേവർ കൂടുതൽ കിട്ടും. നമ്മൾ ആദ്യം കുറച്ച് ചെറിയ അളവിൽ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഇത്തിരി മല്ലിയില ചെറുതായി മുറിച്ചതും കറിവേപ്പിലയും. ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ട് തിളപ്പിച്ചെടുക്കുക. കുറച്ചങ്ങ് വറ്റുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് ഇത്ര തന്നെ ഉള്ളൂ പരിപാടി. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിൾ ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി തന്നെയാണ്. പിന്നെ കുറച്ചുകൂടെ ഒക്കെ ഗ്രേവി ഒന്ന് തിക്കാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു ഗ്രേവിയോട് കൂടെ വേണമെങ്കിൽ അങ്ങനെയും സെർവ് ചെയ്യാം കേട്ടോ. അത് പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ ഒരു ഉള്ളി ഫ്രൈ ചെയ്യുന്നൊരു ഭാഗം മാത്രമേ കുറച്ചൊരു ടൈം എടുക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം എളുപ്പം തന്നെയാണ്. അപ്പം ഈ രീതിയിൽ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക്